ഡിയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് പറയുന്നത് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. അതിലാദ്യം നമുക്ക് നോക്കേണ്ടത് ഡേറ്റ എന്താണ് ഒരു ഡേറ്റ. Data includes raw facts, and figures. Such as numbers, words, amount, quantity, symbols, etc. that can be processed. ഡേറ്റ എന്ന് പറയുന്ന റോ ഫാക്ട്സ്, അതായത് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഉണ്ടാകത്തില്ല. അതിനകത്ത് ഡേറ്റ മേ ബി എ നമ്പർ, ഒരു നമ്പർ ആകാം, മേ ബി എ ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റി ആകാം, മേ ബി സം വേർഡ്സ് ആവാം, മേ ബി സം സിമ്പിൾസ്. പക്ഷേ ഡേറ്റയ്ക്ക് അതിൻ്റേതായ ഒരു മീനിങ് ഉണ്ടാകില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ വര വരയ്ക്കുന്നു, ഒരു സ്ലാഷ്, ഇറ്റ്സ് എ ഡേറ്റ. ഒരു ഡോട്ട് ഇറ്റ്സ് എ ഡേറ്റ. എ വേർഡ്, അരുൺ ഒരു വേർഡ് പറയാണ്, ഇറ്റ്സ് ഓൾസോ എ ഡേറ്റ. അതായത് ഡേറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആണ്. മേ ബി എ നമ്പർ, ഒരു നമ്പർ ആകാം, മേ ബി എ വേർഡ്, ഒരു വേർഡ് ആകാം, മേ ബി എ സിമ്പിൾ, ഒരു സിമ്പിൾ ആകാം. ദാറ്റ് ഹാവ് നോ മീനിങ് ഇല്ലാത്ത റോ ഫാക്ട്സിനെ നമുക്ക് എന്ത് പറയാം? ഡേറ്റയായിട്ട് പറയാം. ക്ലിയറായി ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻഫർമേഷൻ എന്താണ്? ഇൻഫർമേഷൻ ഈസ് കോൾഡ് മീനിങ്ഫുൾ ഡേറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ. ഡേറ്റയ്ക്ക് എന്തെങ്കിലും മീനിങ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തോ പറയും? ഇൻഫർമേഷൻ എന്ന് പറയും. Information refers to meaningful data. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം മീനിങ്ഫുൾ ഡേറ്റ ഈസ് known as information. It is the processed form of data. It is the processed form of data. It is the processed form of data. ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? അതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു ഡേറ്റ എഴുതാൻ പോവാണ്. അരുൺ, നമുക്ക് നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് അറിയാം, അതൊരു പേരാണ്, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
പക്ഷെ അത് നേരത്തെ കേൾക്കാതെ ഒരാളാണെങ്കിൽ അതെന്താണ്, കുറേ ലെറ്റേഴ്സ് അല്ലെങ്കിൽ കുറേ സിമ്പിൾസ് ആയിട്ടായിരിക്കും അയാൾ മനസ്സിലാക്കി വെക്കുന്നത്. അപ്പം ഒരു ഡേറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് എന്താണ് നമുക്ക് കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ കൊടുക്കുകയാണ് നീ അരുൺ എന്ന് ഞാൻ അവിടെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വായിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അരുൺ എന്ന് പറയുന്ന ഒരു പേരാണ്. ഞാൻ വേറൊരു ഡേറ്റ പറയാം, 17 എന്ന് പറയുമ്പോൾ 17 എന്ന് പറയുമ്പോഴേക്കും അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, കോമ്പിനേഷൻ ഓഫ് സം ഡിജിറ്റ്സ് എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ അവിടെ പറയുകയാണ് 17 എന്ന് പറയുമ്പോഴേക്കും ആ ഡേറ്റയ്ക്കൊരു മീനിങ് ആയി. അപ്പം ഇൻഫർമേഷൻ ഈസ് കോൾഡ് ഈസ് നോൺ ആസ് മീനിങ് ഡേറ്റ. മീനിങ് ഡേറ്റയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ ആഫ്റ്റർ പ്രോസസ്സിങ് വി ഗെറ്റ് ദ ഇൻഫർമേഷൻ. ഒരു ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഡേറ്റ എന്ന് വിളിക്കത്തില്ല, അതിന് എന്താ പറയുന്നത്, ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഒന്ന് ഡേറ്റയും ഇൻഫർമേഷനും. ഡേറ്റ എന്ന് പറയുന്ന റോ ഫാക്ട്സ്, മീനിങ്ലെസ് വേർഡ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, ഇതെല്ലാം ഡേറ്റയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഡേറ്റയ്ക്ക് മീനിങ് വരുമ്പോൾ പിന്നെ അതിന് നമ്മൾ ഡേറ്റ എന്ന് പറയത്തില്ല, അതിന് നമ്മൾ പറയുന്നത് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. അടുത്ത പറയുന്നത് ഡേറ്റ പ്രോസസ്സിംഗ്. Data processing. It refers to operation. It refers to operations or activities performed on a data. Performed on a data. Data to generate information. To generate information. ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒരു ഡേറ്റയ്ക്ക് മണ്ടിൽ നടത്തുക. എന്തിനു വേണ്ടി നടത്തുന്നു? നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നടത്തുന്നു. ആ പ്രോസസ്സിനെയാണ് പറയുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു ഡയഗ്രാം ബുക്കിൽ പറയുന്നുണ്ട്. Data on processing we get information. Data on processing we get information. നമ്മൾ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പം ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ഡേറ്റ ടു ജനറേറ്റ് ആൻ ഇൻഫർമേഷൻ ഈസ് കോൾഡ് ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ ഓൺ പ്രോസസ് വി ഗെറ്റ് ഇൻഫർമേഷൻ. അപ്പം 3 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. 1 ഡേറ്റ, 2 ഇൻഫർമേഷൻ, 3 ഡേറ്റ പ്രോസസ്സിംഗ്. അപ്പം നമുക്ക് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന കാര്യം നമുക്ക് അക്കംപ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there are 6 stages. 6 സ്റ്റേജസ് കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അത് വൺ ബൈ വൺ ആയിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിൽ is accomplished to 6 stages.
6 stages. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ. ഫസ്റ്റ് സ്റ്റേജാണ് ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ. It refers to the collection of required data through a particular format. ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ നമ്മൾ ഡേറ്റയെ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ ഫോർമാറ്റ് എന്ന് പറയുന്നല്ലോ, അതിന് പറയുന്നതാണ് പെർഫോം. ദിസ് പെർഫോമോ ഈസ് ഓൾസോ കോൾഡ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ഈ പെർഫോമയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ഈ പെർഫോമയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ക്യാപ്ചറിങ് മീൻസ് കളക്ഷൻ ഓഫ് ഡേറ്റ. നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ വി നീഡ് ഡേറ്റ, അല്ലേ? എന്ത് പ്രോസസ്സ് ചെയ്യണമെങ്കിലും വി നീഡ് ഡേറ്റ. ഡേറ്റ ഇല്ലാതെ തന്നെ നമുക്കൊന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ പർട്ടിക്കുലർ ഫോർമാറ്റിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ ഫോർമാറ്റിന് പറയുന്നതാണ് പെർഫോമോ. പെർഫോമയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ഞാൻ അല്പം ബ്രീഫായിട്ട് പറയാണ്, ആക്ടിവിറ്റി ബ്രീഫായിട്ട് ഞാൻ പറയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രിപ്പറേഷൻ ഓഫ് സോഴ്സ് ഡേറ്റ ആൻഡ് ഡേറ്റ കളക്ഷൻ. അപ്പം ക്യാപ്ചറിങ് ഓഫ് ഡേറ്റയ്ക്കകത്ത് 2 ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഒന്ന്, നമ്മൾ ആ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലാണ് ഞാൻ പറഞ്ഞത്. ആ ഫോർമാറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം. രണ്ടാമത്തത് ഡേറ്റ കളക്ട് ചെയ്യണം. അപ്പം ഇവിടെ പറയാം, ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രിപ്പറേഷൻ ഓഫ് സോഴ്സ് ഡോക്യുമെൻറ്റ്, അതായത് പെർഫോമർ. സോഴ്സ് ഡോക്യുമെൻറ്റ് ആൻഡ് ഡേറ്റ കളക്ഷൻ. അപ്പം ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ മീൻസ് കളക്ടിങ് ദ ഡേറ്റ ഓൺ എ പർട്ടിക്കുലർ ഫോർമാറ്റ്. അപ്പം ക്യാപ്ചറിങ് ഓഫ് ഡേറ്റയ്ക്കകത്ത് 2 ആക്ടിവിറ്റീസാണ് പ്രധാനമായും നടക്കുന്നത്. ദാറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ആ പർട്ടിക്കുലർ ഫോർമാറ്റിലാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. അപ്പം ആ ഫോർമാറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർഫോമയെ ബേസ് ചെയ്ത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ക്യാപ്ചറിങ് ഓഫ് ഡേറ്റയ്ക്കകത്ത് നടക്കുന്നത്. നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഈ പോപ്പുലേഷൻ സർവേക്ക് ആൾക്കാർ വീട്ടിൽ വരും. നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ വരുമ്പോഴേന് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ അവർ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്, നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ കൊടുക്കും. അതൊരു എക്സാമ്പിളാണ് ക്യാപ്ചറിങ് ഓഫ് ഡേറ്റയ്ക്കകത്ത്. പോപ്പുലേഷൻ സർവേ, ജനസംഖ്യ എടുക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്, ഈ ക്യാപ്ചറിങ് ഓഫ് ഡേറ്റയ്ക്ക് എക്സാമ്പിളാണ് ഈ പറഞ്ഞ കാര്യം.
ടേക്കിംഗ് പോപ്പുലേഷൻ സർവേ. അവരൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടൊരു ഫോർമാറ്റ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു ഫോർമാറ്റിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് അവർ എഴുതിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. അവർ ചോദിക്കുന്നതിന് നമ്മൾ ആൻസർ പറയുന്നു. അപ്പോൾ അത് ഈ ക്യാപ്ചറിങ് ഓഫ് ഡേറ്റയ്ക്ക് ഒരു എക്സാമ്പിളായിട്ട് നമുക്കത് പറയാം. ഈ ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ നമുക്ക് പല രീതിയിൽ ചെയ്യാം. അതിലൊന്നാണ് ഞാൻ പറയുന്നത് പ്രിപ്പയറിങ് ക്വസ്റ്റ്യനേഴ്സ്. നമുക്ക് ആവശ്യമുള്ള ഡേറ്റയെ ബേസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യും. അതൊന്ന്. 2, ടേക്കിംഗ് ഇൻ്റർവ്യൂസ്. നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആണല്ലേ, നമ്മൾ ജോലിക്ക് പോയാലും നമ്മൾ ഒരു അഡ്മിഷന് പോയാലും അവർ ഇൻ്റർവ്യൂ എടുക്കും. എന്തിനു വേണ്ടി ഇൻ്റർവ്യൂ എടുക്കുന്നത്? ടു നോ അബൌട്ട് ദ പേഴ്സൺ. ആ പേഴ്സണെ അറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങ് പോസ്റ്റ് ചെയ്താൽ പോരെ. അപ്പം ഇറ്റ്സ് ആൻ അനദർ വേ ഓഫ് ഡേറ്റ കളക്ഷൻ, ടേക്കിംഗ് ഇൻ്റർവ്യൂസ്. ഓൺ സൈറ്റ് വിസിറ്റിംഗ്. നമ്മൾ ആ സ്ഥലത്ത് പോയി നിന്നുകൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യും. നിങ്ങളൊക്കെ റോഡിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന ഓരോ സമയത്തും വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ എണ്ണം ആൾക്കാർ നിന്ന് റഫായിട്ട് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. അതൊക്കെ ഈ ക്യാപ്ചറിങ് ഓഫ് ഡേറ്റയ്ക്ക് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ഫെസിലിറ്റി. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡേറ്റ കളക്ഷൻ യൂസ് ചെയ്യുന്നതാണ് ഓൺലൈൻ ഫെസിലിറ്റി. ഫോർ എക്സാമ്പിൾ ഓൺലൈൻ ഫെസിലിറ്റി നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ, സിംഗിൾ വിൻഡോ അഡ്മിഷൻ. നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങൾ hscap.kerala.gov.in എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്കൊരു ഫോമാണ്, പർട്ടിക്കുലർ ഫോർമാറ്റിലുള്ള വെബ് പേജാണ് നിങ്ങൾക്ക് വിസിബിൾ ആവുന്നത്. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഡേറ്റ കളക്ഷനാണ് ത്രൂ ഓൺലൈൻ ഫെസിലിറ്റീസ്. അപ്പം ധാരാളം ക്യാപ്ചറിങ് ഓഫ് ഡേറ്റയ്ക്ക് വേണ്ടി ധാരാളം ടൂൾസ് അവൈലബിൾ ആണ്. അതിലെ 3 ഞാൻ പറഞ്ഞത്. ഒന്ന്, പ്രിപ്പയറിങ് ക്വസ്റ്റ്യനേഴ്സ് പ്രിപ്പയർ ചെയ്യുക. 2, ടേക്കിംഗ് ഇൻ്റർവ്യൂസ്. നമുക്ക് വേണ്ട ഡേറ്റ ചോദിച്ച് മനസ്സിലാക്കുക, ഇൻ്റർവ്യൂ എടുക്കുക. 3 പറഞ്ഞ ഓൺ സൈറ്റ് വിസിറ്റിംഗ്. അതിനാണ് ഞാൻ പറഞ്ഞത് റോഡിൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം എത്ര വകുക്കൾ ആ റോഡിൽ കൂടെ കടന്നു പോകുന്നു എന്ന് നമ്മളവിടെ പോയി നിന്ന് വ്യൂ ചെയ്ത് നമ്മൾ ആ ഡേറ്റ കളക്ട് ചെയ്യും. അതാണ് ഓൺ സൈറ്റ് വിസിറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത പറഞ്ഞതാണ് ഓൺലൈൻ ഫെസിലിറ്റിക്കാണ് എക്സാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിനകത്തുള്ള ഫസ്റ്റ് സ്റ്റേജ്. നിങ്ങൾ ആ സൈറ്റിൽ കയറി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും അല്ലെങ്കിൽ മാർക്സും നിങ്ങൾ എൻ്റർ ചെയ്യും. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്. ഇതൊക്കെയാണ് ക്യാപ്ചറിങ് ഓഫ് ഡേറ്റയ്ക്കകത്ത് പറയാൻ ഉള്ളത്. അടുത്ത പറയുന്നത് ഇൻപുട്ട്. സെക്കൻഡ് സ്റ്റേജാണ് ഇൻപുട്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫീഡിങ്. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ക്യാപ്ചറിങ് ഓഫ് ഡേറ്റയ്ക്കകത്ത് നമ്മൾ ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ കുറേ ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് നമുക്ക് പ്രോസസ്സ് ചെയ്യണം. വി ഹാവ് ടു പ്രോസസ് ദാറ്റ്, ദെൻ ഓൺലി വി ഗെറ്റ് ദ ഇൻഫർമേഷൻ. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ എങ്ങോട്ട് ഫീഡ് ചെയ്യും? കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫീഡിങ് the collected data into the computer for processing is known as input. ഇൻപുട്ട് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് നടക്കുന്നത് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ ഇൻപുട്ട് എന്ന സ്റ്റേജിനകത്ത് നടക്കുന്നത് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ പ്രോസസ്സിങ്ങിന് വേണ്ടി ബൈ യൂസിങ് കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങിന് വേണ്ടി
കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന അതിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. അടുത്ത തേർഡ് സ്റ്റേജ് ഈസ് കോൾഡ് സ്റ്റോറേജ്. തേർഡ് സ്റ്റേജ് നമ്മൾ പറയുന്നതാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇൻപുട്ട് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ പ്രോസസ്സിങ്ങിന് വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ ഫീഡ് ചെയ്തു. അപ്പം ഫീഡ് ചെയ്ത ഉടനെ തന്നെ അത് കമ്പ്യൂട്ടറിനകത്ത് പ്രോസസ്സ് ചെയ്യുകയില്ല. ഈ ഫീഡ് ചെയ്ത ഡേറ്റ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്ത് അവിടെ മെമ്മറി ഉണ്ടാവും. നിങ്ങൾക്കെല്ലാം ഫെമിലിയറാണ്. പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം മെമ്മറിക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യും. മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടി ആ ഡേറ്റയെ കൊടുക്കുന്നത്. ആഫ്റ്റർ പ്രോസസ്സിങ് വി ഗെറ്റ് ദ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടും നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ ബെനിഫിഷ്യറിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ള ആൾക്ക് ഡയറക്റ്റ്ലി പ്രോസസ്സ് ചെയ്ത് ഉടനെ കൊടുക്കത്തില്ല. അതെന്തോ ചെയ്യും? അത് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യും. കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്തതിന് ശേഷം മാത്രമാണ് ആർക്കാണ് ഇൻഫർമേഷൻ അവൈലബിൾ ചെയ്യേണ്ടത് അവർക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അപ്പം സ്റ്റോറേജ് മീൻസ് സ്റ്റോറിങ് ഡേറ്റ. ഇറ്റ് മേ ബി ആൻ ഇൻപുട്ട്, ഒരു ഇൻപുട്ട് ആവാം. മേ ബി ആൻ ഔട്ട്പുട്ട്, ഒരു ഔട്ട്പുട്ട് ആവാം. മേ ബി ആൻ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് എന്നുള്ള കാര്യം ഞാൻ അടുത്ത സെക്ഷൻ വരുമ്പോൾ പറയാം. മേ ബി ആൻ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്. അപ്പം എന്ത് ഡേറ്റ നമ്മൾ കൊടുത്താലും ഫസ്റ്റ് കമ്പ്യൂട്ടറിനകത്ത് ഫീഡ് ചെയ്താലും ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഫസ്റ്റ്, ദെൻ ഓൺലി പ്രോസസ്ഡ്. ആദ്യം അത് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തതിന് ശേഷം മാത്രമേ അത് പ്രോസസ്സ് ചെയ്യുള്ളൂ. അതുപോലെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഡയറക്റ്റ്ലി ബെനിഫിഷ്യറിക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ. ആ കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ ആർക്കാണ് ആവശ്യം അവർക്ക് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കും, പാസ് ചെയ്യും. ഇതാണ് സ്റ്റോറേജിനകത്ത് വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് storing the input data. Storing the input data in the computer before processing. കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ ഡേറ്റ കൊടുക്കുമ്പോൾ ഡയറക്റ്റ്ലി പ്രോസസ്സ് ചെയ്യത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ, ദെൻ ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് പ്രോസസ്ഡ്. The result obtained after processing is also stored in the computer. Also stored in the computer. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡേറ്റയെ ഡയറക്റ്റ്ലി പ്രോസസ്സ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫസ്റ്റ് ഈസ് സ്റ്റോർഡ്, ദെൻ ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് പ്രോസസ്ഡ്. അതുപോലെ ആ പ്രോസസ്ഡ് ചെയ്ത അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷനെ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ്ലി മറ്റുള്ളവർ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ, ദെൻ ഓൺലി ഇറ്റ് ഈസ് ഗിവൺ ടു ദി ബെനിഫിഷ്യറീസ്. അല്ലെങ്കിൽ ആർക്കാണ് ആവശ്യം അവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യും. അടുത്ത പറയുന്നത് ഫോർത്ത് സ്റ്റേജാണ് പ്രോസസ്.
അതിനകത്ത് ധാരാളം ഓപ്പറേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ ഇൻക്ലൂഡ്സ് വേരിയസ് ഓപ്പറേഷൻസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് നാലാമത്തെ സ്റ്റേജാണ് പ്രോസസ്സിംഗ്. ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് ഓപ്പറേഷൻസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് various operations such as first one, calculation. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് പിന്നെ അതൊന്ന് കാൽക്കുലേഷൻ. രണ്ട്, ക്ലാസിഫിക്കേഷൻ. മൂന്ന്, കമ്പാരിസൺ. ക്ലാസിഫിക്കേഷൻ മീൻസ് ടൈപ്പ് ഗ്രൂപ്പ് ചെയ്യുക. ഡേറ്റ എല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കണമെന്നില്ല. ഡേറ്റ മേ ബി ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പം ഡേറ്റയെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ആവശ്യമെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അതാണ് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റ എല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കത്തില്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കാം. അപ്പോൾ വി ഹാവ് ടു ഗ്രൂപ്പ് ഇറ്റ്, അല്ലെങ്കിൽ വി ഹാവ് ടു ക്ലാസിഫൈ ഇറ്റ് ഇഫ് ഇറ്റ് ഈസ് നെസസറി. അതാണ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. കമ്പാരിസൺ മീൻസ് രണ്ട് ക്വാണ്ടിറ്റി തമ്മിൽ കമ്പയർ ചെയ്യുക. രണ്ട് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ രണ്ട് എമൗണ്ട് അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യുക. അതാണ് കമ്പാരിസൺ. ഫോർത്ത് വൺ ഈസ് sorting means arranging data in a particular order. ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. അഞ്ചാമത് പറയുന്നത് ഫിൽറ്ററിങ് മീൻസ് ആ വേർഡിൽ തന്നെ ഉണ്ടല്ലേ, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. നമ്മൾ ഡേറ്റയെ കളക്ട് ചെയ്യുമ്പോഴേക്കിന് നമുക്ക് ആ ഹോൾ ഡേറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ ആ മൊത്തം ഡേറ്റയുടെ ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് അനാവശ്യമായിട്ടുള്ള ഡേറ്റാസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഫിൽറ്ററിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത സമ്മറൈസിങ് മീൻസ് ചുരുക്കുക അല്ലെങ്കിൽ ക്രോഡീകരിക്കുക, ചുരുക്കുക. അതാണ് സമ്മറൈസിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം പ്രോസസ്സിങ് ഓഫ് ഡേറ്റയ്ക്കകത്ത് ധാരാളം ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കാൽക്കുലേഷൻ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ, ഗ്രൂപ്പ് ബൈ ഡേറ്റ ബൈ ദെയർ ടൈപ്സ് അല്ല ബൈ ദെയർ നേച്ചർ. ആ നേച്ചറിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. മൂന്നാമത്തെ പറയുന്നത് കമ്പാരിസൺ, കമ്പയർ ചെയ്യുക, രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ രണ്ട് എമൗണ്ട് തമ്മിൽ കമ്പയർ ചെയ്യുക. തേർഡ് വൺ ഈസ് സോർട്ട് ചെയ്യുക, അറേഞ്ച്ഡ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഫിൽറ്ററിങ്, ആവശ്യമുള്ള ഡേറ്റ, നമുക്ക് അനാവശ്യമായിട്ടുള്ള ഡേറ്റ പ്രോസസ്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് ഡേറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കും. ആവശ്യമുള്ള ഡേറ്റ മാത്രം നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഡിസ്കാർഡ് ചെയ്ത് കളയും. അതാണ് ഫിൽറ്ററിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത സമ്മറൈസിങ് മീൻസ് ക്രോഡീകരിക്കുക, ഏകീകരിക്കുക അല്ലെങ്കിൽ ചുരുക്കുക എന്നുള്ള അർത്ഥമാണ് സമ്മറൈസിങ്. ഇത്രയും ഓപ്പറേഷൻസാണ് പ്രധാനമായിട്ടും പ്രോസസ്സിങ് ഓഫ് ഡേറ്റയ്ക്കകത്ത് വരുന്നത്. അടുത്ത പറയുന്നത് ഔട്ട്പുട്ട്. ഫിഫ്ത്ത് സ്റ്റേജാണ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് the information obtained after processing is called output. The information obtained after processing is known as
is known as output. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് നമുക്ക് പ്രയോജനപ്പെടണം, അല്ലെങ്കിൽ ഇറ്റ് സപ്പോർട്ട്സ് ടു ടേക്ക് ഡിസിഷൻസ്. അല്ലേ, ചുമ്മാ നമുക്കൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ആർക്കും പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഔട്ട്പുട്ട് കൊണ്ട് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം വി ഹാവ് ടു ദ പ്രൊഡ്യൂസ്ഡ് ഔട്ട്പുട്ട് ഷുഡ് ബി വാല്യുബിൾ, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് സോൾവ് എ പ്രോബ്ലം. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് കൊണ്ട് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് വാലിഡ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആർക്കും പ്രയോജനമില്ലാത്ത ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല, ആർക്കും ഒരു പ്രയോജനമില്ല. അവിടെ ടൈം കൺസപ്ഷൻ, നമ്മുടെ എഫേർട്ടും നഷ്ടമാകുന്നേ ഉള്ളൂ. അപ്പം ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ പ്രോസസ്സിംഗ് ഈസ് നോൺ ആസ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ കോൾഡ് ഔട്ട്പുട്ട്. ഇത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഷുഡ് ഹെൽപ്പ് to take decision or to solve problem or to solve a problem. To solve a problem. അപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവണം. അപ്പോൾ അതാണ് ഈ ഔട്ട്പുട്ട് സ്റ്റേജിനകത്ത് പറയുന്നത്. അപ്പം പ്രോസസ്ഡ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഈസ് കോൾഡ് ഔട്ട്പുട്ട്. ദാറ്റ് ഔട്ട്പുട്ട് ഹെൽപ്സ് ടു സോൾവ് എ പ്രോബ്ലം, അല്ലെങ്കിൽ ടു ഹെൽപ്സ് ടു മേക്ക് എ ഡിസിഷൻ. അപ്പം ഇതാണ് ഔട്ട്പുട്ട് സ്റ്റേജിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി പറയുന്ന സിക്സ്ത് സ്റ്റേജാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു, നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ചു. അത് കമ്പ്യൂട്ടറിൽ കടന്നിട്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ആർക്കും പ്രയോജനമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഔട്ട്പുട്ട് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് നമ്മൾ കൊടുക്കണം. ആ സ്റ്റേജിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് ഷുഡ് ബി സപ്ലൈ ടു ദ പേഴ്സൺ ഹു നീഡ്സ് ഇറ്റ്, അല്ലെങ്കിൽ സപ്ലൈ ടു ദ ബെനിഫിഷ്യറീസ്. ആർക്കാണോ ആവശ്യം അയാൾക്ക് നമ്മൾ അത് സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അവൈലബിൾ ആക്കണം. ആ സ്റ്റേജിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഔട്ട്പുട്ട് ഡേറ്റ. Processing of output data. It is the process of distributing output data to the persons who needs it. ആർക്കാണോ ആ ഔട്ട്പുട്ട് ആവശ്യമായിട്ടുള്ളത് ആ ഔട്ട്പുട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബെനിഫിഷ്യറീസ് അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഷുഡ് ബി അവൈലബിൾ ടു ദ പേഴ്സൺസ് ഹു നീഡ്സ് ഇറ്റ്. ആർക്കാണോ ആവശ്യം അയാൾക്ക് നമ്മൾ ഔട്ട്പുട്ട് സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അവൈലബിൾ ആക്കണം.
ആ സ്റ്റേജിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 6 സ്റ്റേജാണ് നോക്കിയത്. ഒന്ന് ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ, സെക്കൻഡ് വൺ ഈസ് ഇൻപുട്ട്, തേർഡ് വൺ ഈസ് സ്റ്റോറേജ്, ഫോർത്ത് വൺ ഈസ് പ്രോസസ്, ഫിഫ്ത്ത് വൺ ഈസ് ഔട്ട്പുട്ട്, സിക്സ്ത് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് പറയുന്നത്. അടുത്ത് നിങ്ങൾക്ക് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഡേറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള കമ്പാരിസൺ എന്നൊക്കെ പറയുന്നുണ്ട്. ഡേറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള കമ്പാരിസൺ, രണ്ട് ഒരു കോളം വരച്ചാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഒന്ന് ഡേറ്റ, രണ്ട് ഇൻഫർമേഷൻ. ഡേറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. Raw facts and figures. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഡേറ്റ അല്ലെങ്കിൽ മീനിങ് ഫുൾ ഡേറ്റയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. It is similar to raw materials. റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്കും സിമിലർ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഇവിടെ cannot be directly used. നമുക്ക് ഡയറക്റ്റ്ലി ഡേറ്റയെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡേറ്റയെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ ഡേറ്റയ്ക്കകത്ത് നോട്ട് പ്രിസൈസ് മീൻസ് ആക്യുറേറ്റ്, കറക്റ്റാണ്, കൃത്യത എന്നുള്ള അർത്ഥമാണ്. നോട്ട് പ്രിസൈസ് ആയിരിക്കത്തില്ല, ഒരിക്കലും കൃത്യതയുള്ള ഡേറ്റ ആയിരിക്കത്തില്ല. ആൻഡ് നോട്ട് ക്ലിയറും ആയിരിക്കത്തില്ല, വേഗമായിട്ടുള്ള ഡേറ്റ ആയിരിക്കാം. അപ്പോൾ നോട്ട് പ്രിസൈസ് ആൻഡ് ക്ലിയർ. ഇവിടെ വരുമ്പോഴേക്കും ക്ലിയർ ആൻഡ് മീനിങ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. രണ്ടാം ഡേറ്റയ്ക്കകത്ത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഇൻഫർമേഷൻ ആസ് പ്രോസസ്ഡ് ഡേറ്റയാണ്. റോ മെറ്റീരിയൽ സിമിലർ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് റോ മെറ്റീരിയൽസ് വേണം. അത് റോ മെറ്റീരിയൽസിൻ്റെ ഡേറ്റ ആയിട്ട് പറയാം, പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ആയിട്ട് പറയാം. കനോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്ഡ്. ഒരു ഡേറ്റ കളക്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നോട്ട് പ്രിസൈസ്. ഡേറ്റ എല്ലാം നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ എല്ലാം കൃത്യതയുള്ളതാണോ, പ്രിസൈസ് ആണോ, ക്ലിയർ ആണോ നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല. ഇൻഫർമേഷൻ ആണെങ്കിൽ ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ ആയിരിക്കും. ഇതാണ് ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള കമ്പാരിസൺ. അടുത്ത ഇനി പറയുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. Functional units of computer.
ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ യൂണിറ്റ് ആയിട്ടല്ല കമ്പ്യൂട്ടർ ഇരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യാനായിട്ടൊരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡയഗ്രാം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആസ് വെൽ ആസ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആണ് ഈ ഡയഗ്രാം പ്രപ്പോസ് ചെയ്തത്. ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. ഒന്നുകൂടെ പറയാം. ജോൺ വോൺ ന്യൂമാൻ proposed a diagram to represent the functional units of computer. He is a mathematician as well as computer scientist. ആ ഡയഗ്രത്തിന് പറയുന്നത് അല്ലെങ്കിൽ ആ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മൾ പേരാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. അതിന് പറയുന്ന പേരാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞാണ് കമ്പ്യൂട്ടർ ഒരിക്കലും ഒരു സിംഗിൾ യൂണിറ്റ് അല്ല. It consists of different units that works as a single unit. അതാണ് പോയിന്റ്. ഒരു കമ്പ്യൂട്ടർ ഒരു സിംഗിൾ യൂണിറ്റ് അല്ല, കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ബട്ട് ഇറ്റ് വർക്ക്സ് ആസ് എ സിംഗിൾ യൂണിറ്റ്. അപ്പം ഫങ്ഷണൽ യൂണിറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ടൊരു ഡയഗ്രാം പ്രപ്പോസ് ചെയ്തു. ആ പ്രപ്പോസ് ചെയ്ത ആളുടെ പേരാണ് ജോൺ വോൺ ന്യൂമാൻ. Basically he is a mathematician as well as a computer scientist. He created a diagram to represent the functional units of computer. That diagram is called von Neumann architecture. അപ്പോൾ ആ ഡയഗ്രാമാണ് ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത്. ആദ്യം കളക്ഷൻ ഓഫ് ഡേറ്റ. കളക്ഷൻ ഓഫ് ഡേറ്റയ്ക്ക് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും. ഇൻപുട്ട് യൂണിറ്റ് ആണ് ഇൻപുട്ട്. Input unit. എന്നിട്ട് it is the brain of computer. CPU is set to the brain of the computer. Brain of the computer. CPU means central processing unit. അതിനകത്ത് 3 യൂണിറ്റ് വരും. ഒന്ന് CPU കൺട്രോൾ യൂണിറ്റ്, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് സ്മോൾ ഇതായിട്ട് എഴുതുന്നത്. 2 ALU അർത്ഥമെറ്റിക് ലോജിക് യൂണിറ്റ്. 3 രജിസ്റ്റേഴ്സ്. Storage unit. Input unit is connected to CPU. After processing, CPU-ലാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, ആ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. We get output. Input unit, output unit. Then it is available to the beneficiaries. ആർക്കാണ് ആവശ്യം അയാൾക്ക് നമ്മൾ
അത് അവൈലബിൾ ചെയ്യും. ഇത്രയും കാര്യമാണ്. ഇതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ ഒരു ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്ത് നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യും? സി പി യുവിന് പ്രൊവൈഡ് ചെയ്യും. സി പി യു കൺസിസ്റ്റ് ഓഫ് 3 ഇൻറ്റേർണൽ യൂണിറ്റ്സ്. ഒന്ന് കൺട്രോൾ യൂണിറ്റ്, 2 ALU, 3 രജിസ്റ്റേഴ്സ്. ആ 3 യൂണിറ്റും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ സി പി യു, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ആൻ സ്റ്റോറേജ് യൂണിറ്റ് ടു സ്റ്റോർ ഇൻപുട്ട് ഡേറ്റ, ഔട്ട്പുട്ട് ഡേറ്റ ആസ് വെൽ ആസ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്. അതെന്താ ഞാൻ പറയാം. ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്, ഇൻസ്ട്രക്ഷൻസ്, ധാരാളം കാര്യം. ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്റ്റോറേജ് യൂണിറ്റാണ്. ആൻഡ് ദ പ്രോസസ്ഡ് ഡേറ്റ ഈസ് മേക്ക് അവൈലബിൾ ടു ദി ഔട്ട്പുട്ട് യൂണിറ്റ്. ഈസ് അവൈലബിൾ ടു ദി ഔട്ട്പുട്ട് യൂണിറ്റ്. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു ദി ബെനിഫിഷ്യറീസ്. ആർക്കാണ് ആവശ്യം നമ്മൾ അയാൾക്ക് കൊടുക്കും. അതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ക്ലിയറായി ഞാൻ കാര്യം. അപ്പം കളക്ട് ചെയ്ത ഡേറ്റയെ ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്ത് നമ്മൾ ആർക്ക് കൊടുക്കും? സി പി യുവിന് കൊടുക്കും. സി പി യു കൺസിസ്റ്റ് ഓഫ് കൺട്രോൾ യൂണിറ്റ്, അർത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഈ സി പി യുവിനകത്ത് ഡേറ്റയെ പ്രോസസ്സ് ചെയ്യും. എന്നാൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ there is a സ്റ്റോറേജ് യൂണിറ്റ്. നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്, സ്റ്റോറേജ് യൂണിറ്റ്. The process data is given to the output unit and it is make available to the beneficiaries. ആവശ്യമുള്ളവർക്ക് നമ്മളത് സപ്ലൈ ചെയ്യും. അതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇനി 1 by 1 ആയിട്ട് നമുക്ക് ഈ ഓരോ യൂണിറ്റിനെയും നോക്കേണ്ടതായിട്ടുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആയിരിക്കും. താങ്ക് യു.